പരിശുദ്ധാത്മാവിനാലല്ല നയിക്കപ്പെടുന്നതെങ്കിൽ ഇപ്സോഫത്ത് വിൽ ബി ഗൈഡഡ് ബൈ ദ ഈവിൾ സ്പിരിറ്റ്. നീ കർത്താവിൻ്റെ ആത്മാവിൽ അല്ല നയിക്കപ്പെടുന്നെങ്കിൽ പിന്നെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എന്താണ് ഒരു സീറോ ആയിട്ടുള്ള ചാർജ് അല്ലത്. നീ കർത്താവിൻ്റെ കൂടെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നീ ഈവിൾ സ്പിരിറ്റിൻ്റെ കൂടെയാണ്. അതാണ് 12:30. മറന്നു പോകരുത്. എന്താണ് മത്തായി ശ്ലീഹ സുവിശേഷം 12:30 വായിച്ചോളൂ. എന്നോട് കൂടെ അല്ലാത്തവൻ ഏറ്റവും പറഞ്ഞേ എന്നോട് കൂടെ അല്ലാത്തവൻ എന്റെ എതിരാളിയാണ്. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. ധൂർത്തപുത്രൻ അതാണ് ചെയ്തത്. 12:31 എന്നോട് കൂടി. അപ്പോൾ എന്ത് ശേഖരിച്ചാലും കർത്താവിൻ്റെ കൂടെ ശേഖരിക്കണം, അല്ലെങ്കിൽ എന്ത് വരും? ചിതറിപ്പോവും എന്നാണ് പറയണത്. ചിതറിപ്പോവും. അത് കറക്റ്റല്ലേ? ചില ആൾക്കാർക്ക് പണം ഉണ്ടെങ്കിൽ പിന്നെ കുർബാന എന്ത് ഇപ്പോൾ ആൾക്കാർ തന്നെ വിചാരിക്കണേ. ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, പത്തനംതിട്ടയിൽ അച്ഛൻ എന്നോട് പറയണം, അച്ഛാ പള്ളിയിൽ ആൾ കുറവാണ്. ഞാൻ ചോദിച്ചു എന്താ അച്ഛാ കാരണം? അല്ല കോവിഡെല്ലാം കഴിഞ്ഞില്ലേ, ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ദൈവം ഇല്ലെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്ന്. അച്ഛൻ ചുമ്മാ ഒരു കമൻ്റ് അടിച്ചതാണ്. അപ്പം നമ്മളെന്താ, കുറച്ച് പേരെങ്കിലും അങ്ങനെ ഉണ്ട്. അതെന്തോ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം പള്ളിയിൽ ചെല്ലുന്ന ആൾക്കാരുണ്ട്. ദൈവത്തിന് എന്ത് കാര്യമാണ് പള്ളി ചെന്ന് നടക്കാനിരിക്കണത്? ഒരു കാര്യവും പള്ളിച്ചെന്ന് നടക്കാനില്ല. നമുക്ക് ഒരു കാര്യമേ നടക്കാനുള്ളൂ. എന്താണ്? ദൈവത്തെ കൂട്ടിക്കൊണ്ട് പോരുക. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ദൈവത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അതായത് നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണ ഒരു വാക്ക്, അതായത് നമ്മുടെ ഈ ഉൽപ്പത്തി 1-ാം 26 അതുപോലെ തന്നെ നോഹിൻ്റെ ഉൽപ്പത്തി 9:1 ഉൽപ്പത്തി 9:6 ഒക്കെ ഒരു വചനമാണ്. എന്താണ്? സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ കീഴടക്കാൻ പറയും. അപ്പോൾ നമ്മുടെ ഭൂമി എന്തിനുള്ളതാണ്? നീ എവിടം വരെ പോയാലും, നീ ഇനി അന്റാർട്ടിക്കയിൽ പോയാലും അത് നിൻ്റെ ഭൂമിയാണ്. അവിടെ പ്രൊഫഷൻ ബേസ് നീ നാവിഗേഷൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട്, അല്ലെങ്കിൽ അറ്റ്ലാന്റിക്കിൻ്റെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഡിഫറൻസ് വരുമ്പോൾ ഇതുപോലെ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള പഠനങ്ങൾ ശാസ്ത്രജ്ഞന്മാർ പോകുന്ന സ്ഥലമാണ് അന്റാർട്ടിക്ക. അപ്പോൾ അവിടെയാണ് നീ പോയത്. അത് നിൻ്റെ ഭൂമിയാണ്. നീ ശാസ്ത്രജ്ഞയാണെങ്കിൽ അതാണ് നിൻ്റെ ഭൂമി. അവിടെ ഇതെല്ലാം നിനക്ക് കീഴടക്കാൻ വേണ്ടിയുള്ളതാണ്. ബുദ്ധി തന്നിട്ടുണ്ട് ആദ്യമേ. അതുകൊണ്ടാണ് പറയണത് സന്താന പുഷ്ടിയുള്ളവരായി പെരുകണം. പിന്നെ എന്ത് ചെയ്യണം? നിൻ്റെ ഈ ഭൂമിയിലെ, അത് ഉൽപ്പത്തി 1:26 ഭയങ്കരമാണ്. മൃഗങ്ങളെ, പക്ഷികളെ, ആകാശത്തിലെ പക്ഷികളെ, ഭൂമിയിലെ മൃഗങ്ങളെ എല്ലാം നീ കീഴടക്കണം. എന്തിനാണ്? ഇതിനുള്ള ബുദ്ധി നിനക്ക് ഞാൻ തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. അപ്പം ആദ്യമേ തന്നിട്ടുണ്ട് ഇതെല്ലാം. അതുകൊണ്ടാണ് യുക്തിവാദികൾ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും അത് പറഞ്ഞ്, യുക്തിവാദികളും നിരീശ്വരന്മാരും യേശുവിനെ അറിയാത്തവരും ഒക്കെ രക്ഷപ്പെടണം. എന്തുകൊണ്ടാണ്? ഈ ജനറ്റിക് ബ്ലെസ്സിങ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, അച്ഛാ അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയല്ല. മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ തരുമോ എന്ന് ഈശോ ചോദിച്ചില്ലേ? മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ തരുമോ? മുട്ട ചോദിച്ചാൽ പകരം തേളിനെ തരുമോ? അപ്പം ചോദിച്ചാൽ പകരം കല്ല് തരുമോ? മത്തായി ലുക്കാസ് വിഷയം 11:11. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ അവകാശത്തെ കർത്താവ് കക്ഷിയാകും. മനസ്സിലായില്ലേ? അവിടെയാണ് വിഷയം വന്നത്. നിങ്ങളെ എന്നോട് കൂടെ ശേഖരിക്കാനാണ് നമ്മൾ ദൈവത്തോട് ചോദിക്കണത്. നമുക്കെല്ലാം ശേഖരിക്കാൻ പറ്റും. പറഞ്ഞ മനസ്സിലായില്ലേ? നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ തന്നെത്താൻ പഠിക്കാൻ പറ്റും, നമുക്ക് PhD എടുക്കാൻ പറ്റും, കോളേജിൽ കയറാൻ പറ്റും, ഒരു പ്രശ്നമില്ല. പക്ഷേ എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. നമ്മൾ എന്തിനാണ് ദൈവത്തോട് ചോദിക്കണത്? അല്ലാതെ തന്നെ കിട്ടും എന്നായിരുന്നിട്ട് പിന്നെ എന്തിനാണ് പ്രാർത്ഥിച്ച് വാങ്ങിക്കണത്? നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവത്തെ കൂടി നമ്മളെ കക്ഷി ചേർക്കുകയാണ്. മനസ്സിലായില്ലേ? 12:31 അനുസരിച്ചുണ്ട്. മനസ്സിലായോ കാര്യങ്ങൾ? അപ്പോൾ കക്ഷി ചേർക്കുമ്പോൾ എന്താ പറ്റണത്? ഇതിനൊരു പ്രൊട്ടക്ഷൻ കിട്ടും, സംരക്ഷണം കിട്ടും. നിങ്ങളുടെ മക്കൾ അപകടപ്പെട്ട് മരിക്കത്തില്ല. കാര്യം മക്കളുണ്ടായിട്ട് കാര്യമില്ല. അതുപോലെ വണ്ടിക്കടിയിൽ പോയാൽ എന്തു ചെയ്യും? ചില മക്കളെ ഒരുത്തൻ എൻ്റെ അടുത്ത് വന്നിട്ടും അമ്മ പറഞ്ഞ് കരഞ്ഞു പോയി. മകൻ മരിച്ചതാണ് വിഷയം. അച്ഛാ ഞാൻ അവനോട് കാലക്കെട്ടി വീണ് എല്ലാ അച്ഛന്മാരുടെ അവനെ കൊണ്ടുപോയി. എന്താ പരിപാടി? അവന് ഡൂക്ക് മേടിക്കേണ്ട, നീ സാധാരണ 80,000 രൂപയുടെ ബൈക്ക് മേടിക്കാൻ പറഞ്ഞു. ഡൂക്ക് മേടിക്കണമെന്നാണ് അവൻ നിർബന്ധം വെക്കണത്. അതിന് 2.25 ലക്ഷം രൂപ അന്നാകും വില. കമ്പനിക്കാർ 100 ഒരു വർഷം ഇറക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഇപ്പോഴത്തെ ചെത്തുപിള്ളേർ വാങ്ങിച്ച് ഏതെങ്കിലും കോളേജിൻ്റെ വാക്കിൽ പോയി നിന്ന് പിന്നെ പിടിച്ച് തമിഴിൻ്റെ ലോറിക്ക് അടവെച്ച് ആ ചാപ്റ്റർ കണ്ട ക്ലോസ് ചെയ്യും. എത്ര എണ്ണമാണ് ഡൂക്ക് മേടിച്ച് ചത്തിരിക്കണത്? അപ്പോൾ ഇങ്ങനെ ഒരു സാധനത്തിനാണ് മക്കളെന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിരിക്കണമെങ്കിൽ എങ്ങനെ പ്രയോജനപ്പെടാനാണ്?
എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ. അത് ദൈവത്തിന് നിരക്കാത്ത പോക്കാണെന്ന് കണ്ടാൽ അമ്മയ്ക്ക് പറയാനുള്ള ബോധ്യമുണ്ട്. കാര്യം നിങ്ങൾക്കതിനുള്ള അധികാരമുണ്ട്. ഒരു ലൈനടി കേസ് വന്നപ്പോൾ ആ നമ്മുടെ വിശ്വാസത്തിലല്ല നിൽക്കുന്നതെന്ന് മനസ്സിലായി. അവളോട് പറഞ്ഞു, എടി അവൻ്റെ ഫോൺ നമ്പർ ഇങ്ങോട്ട് തന്നെ, ഞാൻ വിളിക്കും. എടാ മകനെ, ഇത് നിൻ്റെ സുഹൃത്തെന്ന് പറഞ്ഞ് നടക്കുന്ന ആളിൻ്റെ അമ്മയാണ് ഞാൻ. നീ ഇവളെ കെട്ടത്തില്ല. കാര്യം എന്താണെന്നറിയാമോ? ഞാൻ ഇവളെ അൾത്താറയിൽ നിന്ന് ഈശോൻ്റെ അടുത്ത് നിന്ന് മേടിച്ചതാണ്. അതാണ് അമ്മ. ആ ചാപ്റ്റർ അവിടെ വെച്ച് ക്ലോസ് ആകും. മാതാപിതാക്കന്മാർക്ക് ദൈവം നൽകിക്കുന്ന ആധ്യാത്മിക അധികാരം പ്രയോഗിക്കാൻ അവർക്ക് ആ അധികാര ധാർമ്മികത കൈവശം വന്നിട്ടില്ലെങ്കിൽ യു ആർ നോട്ട് ഗോയിങ് ടു ലോസ് യുവർ ചിൽഡ്രൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നഷ്ടപ്പെടത്തില്ല. കൈയിട്ടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 അപ്പോൾ ചില കാര്യങ്ങൾ കർത്താവിനോട് കൂടെ ശേഖരിക്കാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ 10 കാര്യങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ 6 കാര്യങ്ങൾ കിട്ടും, ചിലപ്പോൾ 4 കാര്യങ്ങൾ തരത്തില്ല. അപ്പോൾ ധൂർത്തപുത്രൻ പോലെ കർത്താവിൻ്റെ അടുത്ത് വന്ന് പറയും, നീ എന്നോട് ചോദിച്ചിട്ട് ഒരു കുഞ്ഞാടിനെ പോലും എനിക്ക് തന്നില്ലല്ലോ. അപ്പോൾ അപ്പന് വേണ്ടി ചോദിക്കാൻ വരുന്നു, ഞാനൊന്നും കൊണ്ടുപോയിട്ടല്ല, എല്ലാം ഇവിടെ ഉണ്ട്, നീയും ഉണ്ട്, നീ ഇവിടെ നിന്ന് വിഷം കഴിച്ച് ജീവിക്കുന്നു, ഒരു കുഴപ്പമില്ല, എല്ലാം നിൻ്റെതാണ്. അതൊന്നും അപ്പൻ ചോദിച്ചില്ല. അപ്പൻ എന്താ പറഞ്ഞത്? തിരിച്ചു പറഞ്ഞത് എന്താണ്? നീ മറ്റവനെ പോലെ അല്ല, എൻ്റെ കൂടെയാണ് ശേഖരിച്ചിരിക്കണത്, അല്ലേ? എൻ്റെ കൂടെയാണ് ശേഖരിക്കണത്. 15:31 എന്താ പറഞ്ഞത്? ലുക്കാസ് സുവിശേഷം 15:31, നീ എൻ്റെ കൂടെയാണ് ശേഖരിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എന്താണ്? എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. ക്ലിയർ അല്ലേ? എനിക്കുള്ളതെല്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? പിതാവായ ദൈവമാണ് അവിടുത്തെ കഥാപാത്രം. അവിടുത്തെ കഥാപാത്രമാണ് പിതാവായ ദൈവമാണ്. 15:31 ലുക്കാൻ്റെ സുവിശേഷത്തിൽ 15:31 എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണെന്ന് പറയുമ്പോൾ എനിക്കുള്ളത് എന്താ? പിതാവായ ദൈവത്തിനുള്ളത് എന്താണ്? നിത്യതയാണ്. ദൈവ പൈതലേ, നിനക്കെന്തെങ്കിലും ഞാൻ തന്നിട്ടില്ലെങ്കിൽ നിത്യത നിനക്ക് അവകാശം ഓഹരിയാക്കാൻ വേണ്ടി ഞാൻ വിൽപ്പത്രം എഴുതിയെന്നാണ് പറയുന്നത്. കൈയിട്ടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവേ, പിന്നെ ഇരിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് അച്ഛൻ്റെ കൂടെ കുറച്ച് നേരം നിന്ന് ധ്യാനം കൂടുക. ചിലർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ മുട്ടൊക്കെ ഇങ്ങനെ കൂച്ചു വെച്ചിട്ടേ രക്തോട്ടം ഇല്ലാത്ത കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാലൊക്കെ ഒന്ന് കുടഞ്ഞ് കൈയൊക്കെ ഒന്ന് ഇളക്കി കൈയൊക്കെ ഒന്ന് അടിച്ച് ഒരു പാട്ടൊക്കെ പാടാം. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ സ്തോത്രം. യേശുവേ സ്തുതി. യേശുവേ ആരാധന. ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഭാഷാപരത്തോടെ എല്ലാ മക്കളെയും സ്പർശിക്കണമേ കർത്താവേ. ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, മക്കൾ ഇല്ലാത്തവരെ, ഈശോ പ്രമോഷൻ ഒത്തുവരാത്തവരെ, വിദേശ ജോലിക്ക് തടസ്സമുള്ളവരെ, PR ലഭിക്കാത്തവർ കർത്താവേ, വ്യത്യസ്തങ്ങളായ പരീക്ഷകള്, നൈപുണ്യ പരീക്ഷകള്, മത്സര പരീക്ഷകള്, എല്ലാ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവരെ ആശീർവദിക്കണമേ. അവിടെ കഴിവുകളുടെ കർത്താവേ, അങ്ങനെ കൃപയാൽ അവർക്ക് സാക്ഷ്യം പറയാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്ന കുടുംബങ്ങള്, തകർന്ന മക്കളുടെ സ്വഭാവങ്ങള് കർത്താവേ, സാമ്പത്തിക തകർച്ചകള്, സാമ്പത്തിക കടങ്ങള് എല്ലാം കർത്താവ് ഏറ്റെടുക്കട്ടെ. അവിടുത്തെ അമ്മയായ മറിയത്തിന്റെ മാധ്യസ്ഥതയെ മുഴുവൻ കണ്ണീരുകള് ഏറ്റെടുക്കട്ടെ കർത്താവേ. അവർ കണ്ണീരോടെയാണ് വരുന്നത്. അങ്ങനെ ആശ്വസിപ്പിച്ച് പറഞ്ഞേക്കുമെന്നുള്ള യെരമ്യാ 31:9 പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കണ്ണ് ചേരിട്ടെ, കർത്താവിന്റെ കണ്ണ് സൗഖ്യമാകട്ടെ, കർത്താവിന്റെ കണ്ണ് സമാശ്വാസമാകട്ടെ, കർത്താവിന്റെ കരുണ സമാധാനമാകട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക.
ബിന്ദു പത്മനാഭൻ്റെ സാക്ഷ്യമാണ് പിന്നീട് പരിശുദ്ധാത്മാവ് വ്യത്യസ്തങ്ങളായ വഴികളിലൂടെയും വചനങ്ങളിലൂടെയും നമ്മളെ കൈപിടിച്ച് നടത്തിയത്. ഞാൻ ആ സാക്ഷ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. അവരുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഞാൻ തിരിച്ചു വരാൻ കാരണം. അവർ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അവരുടെ പ്രശ്നം എന്താണ്? 2 പ്രശ്നങ്ങളാണ്. 3 പ്രശ്നമുണ്ട്. മകൻ്റെ പ്രശ്നമുണ്ട്, പഠനത്തിൻ്റെ പ്രശ്നമുണ്ട്. അതെല്ലാം സെറ്റാക്കി മാതാവ്, ഒറ്റ ഉടമ്പടി സെറ്റാക്കി. പക്ഷെ അതല്ല, ഇവരുടെ മുട്ടുവേദന 9 കൊല്ലമായി 7 കൊല്ലമായിട്ട് ഇത് മുട്ട് കുത്താനേ പറ്റണില്ല. അവർ പറഞ്ഞ അതാണ് എൻ്റെ ശരീരത്തിൻ്റെ പ്രശ്നമെന്നാണ് പറയണത്. എനിക്ക് സമാധാനമില്ലാത്തതിൻ്റെ കാരണവും എല്ലാം ചെയ്യുമ്പോഴും ഞാൻ മുട്ടിൻ്റെ വേദന എന്നെ ഉള്ള സമാധാനം മുഴുവൻ എടുത്തുകൊണ്ട് പോകും. നമ്മൾ എന്തൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് എന്തെല്ലാം സന്തോഷം കിട്ടിയാലും ശരി, മുട്ടിൻ്റെ വേദന ഓർക്കുമ്പോൾ എല്ലാം ഉള്ള സമാധാനം അങ്ങോട്ട് പോകും. ഇതാണ് ഒരു കാര്യം. പക്ഷേ എന്നാ ചെയ്തിരിക്കണം ഇവർ ഒരു തീരുമാനം എടുത്ത മനസ്സിൽ എന്താണ്? ഒരിക്കലും കുത്താത്ത മുട്ടുകുത്തി പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുക. അതാണ് അവരുടെ ലക്ഷ്യം. എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടി ടെൻസിങ് എല്ലാവരെയും തീരുമാനിച്ചില്ലേ, അതുപോലെ ഒരു തീരുമാനം എടുത്ത് ഇവർ വിശ്വാസത്തിൻ്റെ കൈയും കാലും വെച്ച രൂപമാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർ തീരുമാനിച്ചത് ഞാൻ ഈ ഉടമ്പടിത്തൈലം തേച്ചുകൊണ്ട് വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. ആരാണിത് എടുത്തിരിക്കുന്നത്? അക്രൈസ്തവ സഹോദര തീരുമാനമാണിത്. അതാണ് വിഷയം. ക്രൈസ്തവൻ എഴുന്നേറ്റ് ഇപ്പോഴും വരുമ്പോൾ 8 മണി ആകുന്നുണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടി. അതുകൊണ്ടാണ് ചില ആൾക്കാരുടെ ഉടമ്പടി കൊലക്കണൻ്റെ കാര്യത്തിൽ അവർ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ 7 മണിയാവും. 7 മണിക്കുള്ള പ്രത്യക്ഷ പ്രാർത്ഥന അതുകൊണ്ട് തന്നെ കട്ടാണ്. കാര്യം ഇവിടുന്ന് വന്നിരിക്കുന്ന നിർദ്ദേശം 5:30 to 6:30 5:30 to 6:30. അപ്പം നിങ്ങളത് ലൈഫ് അതനുസരിച്ച് ക്രമീകരിക്കണം. ഉടമ്പടിയിലുള്ളത് എല്ലാവർക്കും എല്ലാം പ്രയാസമല്ല, ചിലത് പ്രയാസമാണ്. കാര്യം അവർക്കത് യൂസ്ഡ് അല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ അവർ യൂസ്ഡ് ആകും. ഇതിപ്പോൾ ഇവരുടെ കളി കണ്ട ഇവർ ഉടമ്പടി പ്രാർത്ഥന ഉടമ്പടി തൈലം എടുത്തിട്ട്, ഉടമ്പടി തൈലം നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടി കിട്ടുന്ന തൈലം, ഉടമ്പടി ഉപ്പ്, ഉടമ്പടി കാശുരൂപം, ഉടമ്പടി നീലത്തിരി, പച്ചത്തിരി എല്ലാം വെഞ്ചരിക്കണ മുമ്പ് കുർബാനയില്ല. പിന്നെ എന്തു ചെയ്യും? എല്ലാ വിഷയവും നിങ്ങളുടെ വീട്ടിൽ പാമ്പാണ് എൻ്റെ ശല്യമാണെങ്കിലും പിശാസിൻ്റെ ശല്യമാണെങ്കിലും വേറെ എന്ത് ശല്യം എല്ലാം കവർ ചെയ്തേണ്ട കാസ്റ്റിംഗ് പ്രെയറാണ് ഇതിനു വേണ്ടി ചെല്ലണത്. അല്ല നിങ്ങൾ പള്ളികളിൽ നിന്നൊക്കെ പായസം മേടിച്ച് വെഞ്ചരിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്ന പോലെയുള്ള വെഞ്ചരിപ്പല്ല, ജനറലായിട്ടുള്ള വെഞ്ചരിപ്പല്ല. ഓരോ കാര്യങ്ങൾക്കും യേശു കർത്താവാണെന്ന് അതിരം കൊണ്ട് ഏറ്റു പറഞ്ഞു. ദൈവനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചതെന്ന് നമ്മൾ ഹൃദയത്തെ വിശ്വസിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മൾ മഹിമ പ്രാപിക്കണത്. എല്ലാ കാര്യങ്ങളും ഉയർത്തെഴുന്നേൽക്കും. ചത്തിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കണം മാത്രമല്ല, ഈ ജീവിതത്തിൽ വീണ് പോയ എല്ലാത്തിലും നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. ഒരു കുഞ്ഞ് സാക്ഷ്യം പറഞ്ഞു എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ പഠനത്തിലെ ലീവിന് വരുമ്പോൾ, ഓണത്തിനും ഉയർപ്പിനും ഒക്കെ വരുമ്പോൾ എൻ്റെ അപ്പൻ ഓരോരോ ബസ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ടാണ് എന്നെ വിളിച്ചുകൊണ്ട് പോകണം. ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ടാണ്. എന്താണ്? ഞങ്ങൾക്ക് വീടില്ല, അതുകൊണ്ട് ഓരോരോ സ്ഥലത്ത് ഓരോ 3 മാസം കഴിയുമ്പോൾ വാടക മാറിക്കൊണ്ടിരിക്കും. 11 മാസത്തിനായി എഴുതണമെങ്കിലും വാടക കൊടുക്കാൻ പറ്റാത്ത കാരണം അവർ ഓടിച്ചിടും. അതാണ് പ്രശ്നം. അതാണ് വിഷയം. എന്നാൽ മാറണത് ആ ചിറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു 10-20 വയസ്സുള്ള പെൺകുട്ടിയുടെ അപ്പൻ ഇങ്ങനെ വീട് മാറും, ഒരു 4 പ്രാവശ്യം ഇങ്ങനെ വീട് പൈസ കൊടുക്കാനില്ലാത്തത് കൊണ്ട് വാടക മാറണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവരുടെ മാനസിക ആഘാതം എന്തായിരിക്കും? അവളെന്താ ചെയ്യുക? അവളൊന്നും ചെയ്തിട്ടില്ല, ഉടമ്പടി ചെയ്തു. അമ്മേ ഇതാണ് സിറ്റുവേഷൻ, ഇതാണ്. എന്നെ ഓരോ ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് അപ്പൻ ഓണത്തിന് വിളിക്കണ ബസ് സ്റ്റോപ്പിലല്ല ഈസ്റ്ററിന് വിളിക്കണത്, ഈസ്റ്ററിന് വിളിക്കണ ബസ് സ്റ്റോപ്പിലല്ല എന്നെ ക്രിസ്മസിന് വിളിക്കണത്. എങ്ങനെ ജീവിക്കുമെന്നാണ് അവൾ ചോദിക്കണത്. എങ്ങനെ ജീവിക്കുമെന്ന് അമ്മ നിന്നോട് പറഞ്ഞു തരും. എങ്ങനെ നിന്നെ ജീവിപ്പിക്കാൻ അമ്മ എന്ത് ചെയ്യുമെന്ന് ഉടമ്പടി ചെയ്യുമ്പോൾ നീ വിശ്വാസിയാണെങ്കിൽ നീ അത് കണ്ടെത്തിക്കൊള്ളും. അവളെന്നാ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അപ്പം തന്നെ ക്യാമ്പസായി. ഒരു ക്യാമ്പസ് കൊടുത്ത അമ്മ ക്യാമ്പസിൻ്റെ സെലക്റ്റഡായി. എന്ത് ബേസിസ് സെലക്റ്റഡായി? അതായത് ഞാൻ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് ഇത്രയും മക്കളുള്ളൂ, ഇതിനേക്കാൾ വലിയ മക്കൾ നിനക്കില്ലേ എന്ന് പണ്ട് ജെസയോട് ചോദിച്ചില്ലേ? ആര്? സാമുവേൽ പ്രവാചകൻ ചോദിച്ചില്ലേ? അപ്പോഴേ പറയും, എൻ്റെ നല്ല കോമളന്മാരായ മക്കളെല്ലാം തീർന്ന് ഇനി ഒരുത്തനുണ്ട്, അവനെ ഞങ്ങളെ യുവന്മാരുടെ കൂട്ടത്തിൽ കൊള്ളാൻ പറ്റാത്ത കാരണം ആടിനും കൊടുത്ത് ചപ്പാത്തിയും കൊടുത്ത് ഉള്ളിയും കൊടുത്ത് വിട്ടിരിക്കുകയാണ്, രാവിലെ വിട്ടിരിക്കുകയാണ്. യവൻ ഇവിടെ നിൽക്കണത് തന്നെ ഇയാൾക്ക് ജെസ്സയ്ക്ക് ബുദ്ധിമുട്ടാണ്. എന്താ കാര്യം? ഈ ജെസ്സയുടെ മകൻ എല്ലാം കോമളന്മാരും മസിലുള്ളവരും നല്ല പവിഴ നിറമുള്ളവരും ആരോഗ്യ ദൃഢഗാത്രമൊക്കെയാണ്. അപ്പോൾ ഇവരെ എല്ലാം
ഇവരെ നോക്കിയിട്ടൊന്ന് സാമുവേൽ പറഞ്ഞു, ഇവനല്ല, ഹീസ് നോട്ട് അവനല്ലെന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ എന്ന് പറയും. ഒരുത്ത ആട് മേയ്ക്കാൻ പോയിട്ടുണ്ട്, അവൻ വരണവരെ ഞാൻ ഊണൊഴിക്കത്തില്ലെന്ന് പറയും. ആര് പറയും? സാമുവേൽ പറയും. അവൻ വരും. അവൻ വരുമ്പോൾ കർത്താവ് പറയും, ഇവനാണവൻ. എൻ്റെ മക്കളെ, ആര് തിരഞ്ഞെടുക്കായാലും കർത്താവ് തിരഞ്ഞെടുത്താൽ മറ്റ് തിരഞ്ഞെടുപ്പുകളെല്ലാം സോഹ. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്. കർത്താവിന് തിരഞ്ഞെടുപ്പാണ് ഉടമ്പടിയോട് ഞങ്ങൾക്ക് ലഭിക്കണം. കൈയിടിച്ച് കർത്താവ് സ്വരല്ലേ. എൻ്റെ പൊന്നുമക്കളെ, സത്യമായിട്ട് ഇതിനകത്തുള്ള കളി എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് തന്നെയാണ്. കർത്താവ് നിന്നെ തിരഞ്ഞെടുക്കണം. വാട്ട് എവർ മേ ബി യുവർ കണ്ടീഷൻ, അതൊന്നും ഉടമ്പടിയിൽ വിഷയമല്ല. ആരോഗ്യമോ നിൻ്റെ സൗന്ദര്യമോ നിൻ്റെ കപ്പാസിറ്റിയോ ഒന്നും ഒരു വിഷയമല്ല. നിൻ്റെ ഏറ്റവും കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? കർത്താവാണ് നിൻ്റെ കപ്പാസിറ്റി. അത് ആദ്യം പറഞ്ഞത് ആരാണ്? ദ ലോർഡ് ഗോഡ് ഈസ് മൈ പോർഷൻ ആൻഡ് കപ്പ്. ആരാ പറഞ്ഞത്? എൻ്റെ ഓഹരി എൻ്റെ അപ്പൻ ജെസ്സെ ഉണ്ടാക്കിയതല്ല, എൻ്റെ ഓഹരി എൻ്റെ കർത്താവാണെന്ന് ദാവീദ് പറഞ്ഞതാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഏറ്റവും വലിയ കപ്പാസിറ്റി എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. അപ്പം നീ നിൻ്റെ മെരിറ്റിൽ അത് കുറഞ്ഞു പോയെന്ന് ഓർത്തുകൊണ്ട് വിഷമിക്കേണ്ട. ഇവളെ പെട്ടെന്ന് മാതാവ് പ്രൊമോട്ട് ചെയ്തു ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ. ക്യാമ്പസ് ഇൻ്റർവ്യൂ എടുത്ത് ഞാൻ മര്യാദക്കുള്ള ജോലിയാണ് കിട്ടിയിരിക്കണത്, അല്ലാതെ അവർ 24,000 രൂപയുടെ സാധാരണ ടെമ്പററി പോസ്റ്റ് അല്ല. അവളെ പെർമനൻ്റായിട്ട് പോസ്റ്റ് ചെയ്തിട്ട് നല്ല ശമ്പളത്തിൽ നിയോഗിച്ച് പഠിത്തം കഴിച്ചിട്ട് നേരെ കയറി. ഇപ്പം എന്താ സംഭവിച്ചെന്ന് 6 മാസത്തിനുള്ളിൽ ലോൺ എടുത്ത് സ്ഥലം മേടിച്ച് വീട് വെച്ചു. ഇതെൻ്റെ എല്ലാം കൂടി 8 മാസമേ ഉള്ളൂ. നിൻ്റെ അനുഗ്രഹം നിൻ്റെ കയ്യെത്തും ദൂരത്താണ്. പറഞ്ഞ് എൻ്റെ അനുഗ്രഹം പരിശുദ്ധ അമ്മയിൽ എൻ്റെ കയ്യെത്തും ദൂരത്തായിരിക്കുന്നു. എൻ്റെ അനുഗ്രഹം എൻ്റെ കയ്യെത്തും ദൂരത്താണ്. കൈയടിച്ച് കർത്താവിനെ നീ വരൂ. ബിന്ദു പത്മദാസ് ഒരു ദിവസം വെളുപ്പിന് എഴുന്നേറ്റ് നിന്ന് ഈ ഉടമ്പടി തൈലെടുത്ത് കാലപ്പുരട്ടി വെച്ചും അവിടെ നിന്ന് കരഞ്ഞു പോണേ. ആ രീതിയിൽ ഞെരിഞ്ഞിരിക്കുകയാണ് മുട്ടേ. പക്ഷെ എന്നാലും ഇവൾ വിശ്വസിച്ചുകൊണ്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന തപ്പിയും തടഞ്ഞു. 3 മണിക്ക് ഉറക്കച്ചടമുണ്ട്. പക്ഷെ വിശ്വാസം പ്രഖ്യാപിക്കുകയല്ലേ. വിശ്വാസം ഇരിക്കണം നമ്മുടെ സ്പെല്ലിങ്ങിലോ ഭാഷയിലോ അല്ലല്ലോ, വിശ്വാസം ഹൃദയത്തിലല്ലേ. അവളാ ഞെരിഞ്ഞ മുട്ടുമായിട്ട് നിന്നപ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി അവിടെ വിശ്വാസം എന്താണ്. ആ ഒറ്റ പ്രാവശ്യമേ ഞെരിഞ്ഞുള്ളൂ, പിന്നെ ആ മുട്ട് ഞെരിഞ്ഞില്ല. ഇറ്റ് ഈസ് ഓവർ. അമ്മ അവളെ ഹെൽപ്പ് ചെയ്തു. അവളെ പൂർണ്ണമായി സൗഖ്യപ്പെട്ടെ ഒറ്റ പ്രത്യക്ഷണ പ്രാർത്ഥനയിൽ. പിന്നെ ഇവൾ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉടമ്പടി തൈലം കൊണ്ട് അവൾ കൊച്ചത്തിനെ കാണാൻ പോകും. അവിടെ ചെല്ലും. കൊച്ചിന് ക്യാൻസർ അല്ലേ, 3 മാസമല്ലേ പറഞ്ഞിരിക്കണേ, കാണേണ്ടവരെല്ലാം വന്ന് കണ്ടുപോയിരിക്കുകയാണ്. കൊച്ചത്തിനെ ഇവളെ കാണുമ്പോൾ ആദ്യം വിഷമിക്കുന്നിട്ട് ഒരു ചോദ്യം ചോദിക്കും, താമസിച്ചു പോയിടി എന്ന് പറയും. അത് ചങ്ങക്കൊണ്ട് പറഞ്ഞാണത്. എന്താണ്? ഞാൻ നിൻ്റെക്കുന്നത് പ്രതീക്ഷിച്ചില്ല, കാര്യം നീ ആദ്യം വരുമെന്നാണ് ഞാൻ ഓർത്തത്. അപ്പോൾ ഇവൾ പറയും, കൊച്ചത്തെ ഞാൻ ഒറ്റക്കല്ല വന്നിരിക്കുന്നത്, മാതാവിനെയും കൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്, എടുത്തിട്ട് വരാനിരുന്നെന്ന്. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് അവൾ മുട്ടയെന്ന് വിശ്വാസ പ്രമാണം ചെല്ലണതിന് മുമ്പ് ഇവയ്ക്ക് വിശ്വാസ പ്രമാണം അറിയത്തില്ല. അതാണ് സംഭവം. അവൾ കൊല്ലത്ത് നിന്ന് വന്ന് കായംകുളത്തായപ്പോഴാണ് കൊച്ചത്തിൻ്റെ വയറയിലാണ്, നെഞ്ചിലുമാണ് ക്യാൻസർ. അവിടെ എനിക്കിത് പെരുട്ടണം, പക്ഷേ എനിക്ക് വിശ്വാസ പ്രമാണം അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് മൊബൈലിൽ നോക്കിയിട്ട് വിശ്വാസ പ്രമാണം പഠിക്കുള്ളൂ. ഇവിടുന്ന് കൊല്ലത്തുനിന്ന് കൊച്ചി വരെ ഇവൾ വിശ്വാസ പ്രമാണം പഠിച്ചുകൊണ്ടിരിക്കും. അവിടെ ചെല്ലുമ്പോൾ പഠിച്ചു തീരും. ഇത് പഠിച്ചിട്ട് ഈ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഇവൾ കൊച്ചത്തിൻ്റെ നെഞ്ചിലും വയറ്റിലും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കണത്. ആ സമയത്ത് കൊച്ചൻ ചിരിക്കും. ആ സാക്ഷ്യവും കിടപ്പുണ്ട്, നല്ല രസമാണ് കേൾക്കാൻ. കാര്യം അത് കേൾക്കുമ്പോൾ നമുക്കൊരു അഭിഷേകം ഉണ്ടാകും. കാര്യം അത് ജീവിക്കുന്നൊരു വിശ്വാസി ദൈവത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവനുമായിട്ടും മരണവും തമ്മിലുള്ള പോരാട്ടത്തിൽ ചെയ്യുന്ന വലിയ സുവിശേഷ വേലയല്ലേ. അപ്പം ഇതോടുകൂടി കൊച്ചൻ ചിരിക്കും. കൊച്ചൻ ചിരിക്കുന്നതോടുകൂടി കൊച്ചൻ ചിരിക്കാൻ കാരണം അന്ന് വരെ ഈ സമയത്ത് അന്ന് വരെ ആ മനുഷ്യ ഹൃദയത്തിലെ ശരീരത്തിൽ അനുഭവിക്കാത്ത ഒരു സന്തോഷം, ശരീരത്തിൻ്റെ ഒരു സൗഖ്യം ഈ മനുഷ്യൻ അനുഭവിച്ചിട്ടാണ് ചിരിക്കണത്.
അപ്പോൾ വീട്ടിലുള്ളവരൊക്കെ ചിരിക്കും. കാര്യം കുറേ നാളെ കൊച്ചു ചിരിച്ചിട്ട്. അതാണ് സംഭവം. അതെല്ലാം കഴിഞ്ഞ് അവൾ പോരും. പക്ഷേ 24 hours പിറ്റേ ദിവസം ഡോക്ടർ നോക്കുമ്പോൾ ഡോക്ടർ പറയും ഇപ്പം കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറയും. ക്ലിയറായി എഴുന്നേറ്റിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഒരു കുഴപ്പമില്ല ആളിന്. ഇതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ നടക്കും. വിശ്വാസം, തക്ക വിശ്വാസമാണ് നമ്മുടെ സബ്ജക്റ്റ്. നിങ്ങളുടെ വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ അക്രൈസ്തവർ നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് സംഭവം. ഇവർ അക്രൈസ്തവ സഹോദരിയല്ലേ, അവർക്ക് വിശ്വാസ പ്രമാണം പോലും അറിയത്തില്ലല്ലേ. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവളത് പ്രയോഗിക്കാൻ കണ്ടില്ല. നമ്മളത് ഈ 30 കൊല്ലം മുമ്പ് പഠിച്ച സാധനമല്ലേ. നമ്മൾ 30 കൊല്ലം മുമ്പ് പഠിച്ചതല്ലേ ഇതൊക്കെ. 30-40 കൊല്ലം മുമ്പ് പഠിച്ചല്ലേ. ഇതൊക്കെ എന്ത് പഠിച്ചു എന്നല്ല പ്രശ്നം, ഇത് പ്രയോഗിക്കണം. ഇത് പ്രയോഗിക്കണമാണ് വിഷയം. പ്രയോഗിക്കണതിന് അറിവോ ബുദ്ധിയോ ഒന്നും പോരാ. അതിന് ദൈവത്തിലുള്ള അർപ്പണ വിശ്വാസം വേണം. തക്ക വിശ്വാസം എന്ന് പറയും. ഇവൾക്കതുണ്ട്. അതുകൊണ്ട് പിന്നീട് ഇവളുടെ കാര്യങ്ങൾക്കെല്ലാം പിന്നെ കുറേ കാര്യങ്ങൾ ആ സാക്ഷ്യത്തിലുള്ള പറയുന്നത് നിങ്ങളിന്ന് കേട്ടാൽ മതി. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്. ഉടമ്പടി ഓഹരിയാക്കണം എന്താണ്? ജീവനും സൗഖ്യവുമാണ്.